ഇന്നത്തെ ഒരു ഓട്ടോമോട്ടീവ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ വഴിയെ പോകുന്ന വണ്ടികളും ഒരു SUV ആയിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ലെജൻഡറി ഓഫ് റോഡേഴ്സ് ഓൺ ദ പ്ലാനറ്റ്, ദാറ്റ് ഇസ് ദ ലാൻഡ് ക്രൂസർ 80 സീരീസ്. വെൽക്കം ടു JD's Garage. ലാൻഡ് ക്രൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊയോട്ടയുടെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് സ്റ്റാൻഡിങ് നെയിംസ് ആണ്. 1950s ഇതിൻ്റെ ഒറിജിൻ ഉണ്ടാവുന്നത്. നമ്മൾ ലാൻഡ് ക്രൂസർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ലക്ഷൂറിയസ് ഹൈ പ്രൊഫൈലായിട്ടുള്ളൊരു ഒരു ഫാൻസി SUV ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ബിക്കോസ് നമ്മളിപ്പോൾ കാണുന്ന ഇന്ത്യയിൽ എസ്പെഷ്യലി ലോഞ്ച് ആയത് ദ 200 ആൻഡ് 300 സീരീസ് ഭയങ്കര ഫാൻസി വണ്ടികളാണ്. എന്നാൽ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്കിതിൻ്റെ ഒറിജിൻസിലോട്ട് പോകാം. സോ 1950s പോസ്റ്റ് വേൾഡ് വാർ II ജപ്പാനിലാണ് ഈ കഥയുടെ തുടക്കം വരുന്നത്. വില്ലീസ് ജീപ്പുകളും അതേപോലെ ആർമി വെഹിക്കിൾസ് എല്ലാം കണ്ടിട്ട് ജാപ്പനീസ് ഗവൺമെൻറ്റും ഒരു മോഹം ഉണ്ടായിരുന്നു ദാറ്റ് ഇതേപോലത്തെ ഒരു ഓൾ പർപ്പസ് അല്ലെങ്കിൽ ഒരു ജനറൽ പർപ്പസ് വെഹിക്കിൾ നമ്മുടെ രാജ്യത്തിനും ഉണ്ടാവണം എന്നുള്ളത്. അങ്ങനെയാണ് ടൊയോട്ടയും നിസാനെയും ഇവർ ഏൽപ്പിച്ചത് ടു മേക്ക് ദെയർ ഓൺ വേർഷൻസ് ഓഫ് ദ ജീപ്പ് ഓർ ദ GP ജനറൽ പർപ്പസ് വെഹിക്കിൾ. അങ്ങനെ ടൊയോട്ട ഉണ്ടാക്കിയ ആദ്യത്തെ വണ്ടിയാണ് ദ ലാൻഡ് ക്രൂസർ. FJ20 സീരീസിലാണ് തുടങ്ങിയത്. അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നമ്മുടെ സാധാരണ വില്ലിസ് ജീപ്പ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു വളരെ ബെയർ ബോൺസ് 4x4 വെഹിക്കിളായിരുന്നു. അവിടെ നിന്ന് അത് സ്ലോലി ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ദ വേൾഡ്സ് ഫേവററ്റ് FJ40 എത്തി. അവിടെ നിന്ന് അങ്ങനെ ആണ് ഓരോ വേർഷൻസിലോട്ട് മുന്നോട്ട് പോയത് ടിൽ ദ 300 സീരീസ് ദാറ്റ് വി സീ ടുഡേ. ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഭയങ്കര വലിയൊരു സ്പ്ലിറ്റ് ഉണ്ടായി ഈ ലാൻഡ് ക്രൂസർ അല്ലെങ്കിൽ ഈ SUV മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് സ്പെക്ട്രത്തിന്. സോ വാട്ട് ഹാപ്പൻഡ് വാസ് ഒറിജിനലി ഈ വണ്ടികൾ തുടങ്ങിയത് 50s 40s എല്ലാവരും ഈ ജീപ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓഫ് റോഡ് വെഹിക്കിൾസ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാർഡ് കോർ ഓഫ് റോഡ് യൂസിന് മാത്രമായിരുന്നു. എന്നാൽ ആ കാലം പോകുന്നതോടും ആൾക്കാർക്ക് മനസ്സിലായി ഇത് വളരെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, നമുക്കിതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആൻഡ് സ്ലോലി ദീസ് വെഹിക്കിൾസ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഇൻ ടു ദ പ്രൈവറ്റ് മാർക്കറ്റ് ഓൾസോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കംഫർട്ട്, ലക്ഷറി, സ്പേസ് ഇതിനൊക്കെ ഒരു വാല്യൂ കൂടി തുടങ്ങി. ആ ഒരു മാർക്കറ്റ് മനസ്സിലാക്കിയിട്ടാണ് ലാൻഡ് ക്രൂസർ എന്നുള്ള ലൈൻ ടൊയോട്ട രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ യു ഹാഡ് ദ വർക്കിംഗ് ക്ലാസ് വെഹിക്കിൾസ്, സോ ദ 40 സീരീസ്, ദ 70 സീരീസ് അങ്ങനെ പറഞ്ഞ് ആ ഒരു സൈഡിലോട്ട് പോയി. ഇപ്പുറത്തോട്ട് വരുവാണെങ്കിൽ 50 സീരീസ് എന്ന് പറഞ്ഞാൽ അയൺ പിഗ് എന്ന് പറഞ്ഞ ലാൻഡ് ക്രൂസറിലാണ് ഒരു ലക്ഷറി എന്നുള്ളൊരു സെഗ്മെൻറ്റ് ലാൻഡ് ക്രൂസർ എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ 50 സീരീസിൽ ആ ഒരു സ്റ്റേഷൻ വാഗൺ ബോഡി സ്റ്റൈലും അതേപോലെ കുറച്ചുകൂടെ കംഫർട്ട് സീറ്റ്സും ഇൻറ്റീരിയേഴ്സ് എല്ലാം വന്നെങ്കിലും ഇതിൻ്റെ ഈ ലക്ഷറി ലൈനിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പാസഞ്ചർ ലൈനിൻ്റെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് വരുന്നത് 60 സീരീസിലാണ്. 60ലാണ് ടൊയോട്ട അംഗീകരിച്ചത് ദാറ്റ് ദിസ് ഇസ് കംഫർട്ട് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ അതിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, AC, അതേപോലെ ബെറ്റർ സീറ്റ്സ്, ഇൻറ്റീരിയേഴ്സ് അങ്ങനെ പല കാര്യങ്ങളും 60ൽ വന്നു തുടങ്ങി. ബട്ട് ദെൻ അഗെയിൻ 70s കഴിഞ്ഞു, 80s തുടങ്ങുന്നു. 80s ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും മാർക്കറ്റ് പിന്നെയും കൂടുതൽ കംഫർട്ടബിൾ വെഹിക്കിൾസിലോട്ട് പോയി തുടങ്ങി. 80s വന്നു കഴിഞ്ഞപ്പോഴേക്കും യു ഹാഡ് ദ റേഞ്ച് റോവർ വിച്ച് കെയിം ഔട്ട്. അപ്പോൾ ദാറ്റ് ബിക്കേം ദ ഡെഫിനിഷൻ ഓഫ് ദ ലക്ഷറി SUV. കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ കാര്യങ്ങൾ വന്നു. അതേപോലെ ഏറ്റവും വലിയൊരു കാര്യം ടൊയോട്ടനെ എഫക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പട്രോൾ Y60 നിസാൻ കൊണ്ട് ഇറക്കിയതാണ്. കാര്യം ഇറ്റ് ഹാഡ് സോളിഡ് ആക്സിൽസ്, ഇറ്റ് ഹാഡ് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ ആൻഡ് വേ മോർ കംഫർട്ടബിൾ ഓൺ ആൻഡ് ഓഫ് റോഡ് ദാൻ ദ 60 സീരീസ്. ആൻഡ് സ്റ്റൈലിങ്ങും എല്ലാം ഒരു എറ മോഡേണായി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊയോട്ടയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു വണ്ടി അവർ മാർക്കറ്റിലോട്ട് റഷ് ചെയ്തിറക്കിയത് ഇസ് ദി 80 സീരീസ്. 1990ലാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. ആൻഡ് ഓണസ്റ്റ്ലി ടൊയോട്ട വാണ്ടഡ് എ ഇയർ മോർ ടു ഫിക്സ് ദ കാർ അപ്പ്, ബട്ട് അവർ എന്തായാലും ഇറക്കേണ്ടി വന്നു. കാര്യം ദ Y60 വാസ് റിയലി മേക്കിംഗ് വേവ്സ് ഇൻ ദ മാർക്കറ്റ്. എന്നാലും ആ വണ്ടി ഒരു ബീയിങ് ടൊയോട്ട മാർക്കറ്റിലോട്ട് കുറച്ച് റഷ് ചെയ്ത് ഇറക്കിയെന്ന് പറഞ്ഞാലും ഒരു രീതിയിലും ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. ഇറ്റ് ഡെലിവേർഡ് ഓൺ എവറി സിംഗിൾ ഫ്രണ്ട് ദറ്റ് യു ക്യാൻ ഇമാജിൻ. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേൾഡിൽ നമ്മൾ ഓവർലാൻഡേഴ്സ് അതേപോലെ ഓഫ് റോഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് ഓഫ് റോഡർ ഔട്ട് ഓഫ് ദ ഫാക്ടറി ചോദിക്കുകയാണെങ്കിൽ പലവരും പറയുന്ന വണ്ടി, പലവരുമല്ല ഒരുവിധം എല്ലാവരും പറയുന്ന വണ്ടി ഇസ് ദി 80 സീരീസ് ലാൻഡ് ക്രൂസർ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാം. നമ്മളിപ്പോൾ ലക്ഷറി സീരീസ് എന്നൊക്കെ പറഞ്ഞു, ബട്ട് എന്നാലും ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അറ്റ് ഹാർട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ എ വെരി വെരി കേപ്പബിൾ ഓഫ് റോഡർ. സോ നമുക്കൊരു ഓഫ് റോഡർ അല്ലെങ്കിൽ ഒരു SUV എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടേം നോക്കരുത്. കാര്യം ഇപ്പോൾ എല്ലാ ഫ്രണ്ട് വീൽ ഡ്രൈവ് ചെറിയ ഹാച്ച് ബാക്ക് വരെ SUVs ആണ്. ബട്ട് ഒരു ക്ലാസിക് ഫോർമുല എന്ന് പറയുമ്പോൾ യു നീഡ് എ ലാഡർ ഫ്രെയിം ഷാസി വിച്ച് ദിസ് കാർ ഹാസ്. സോളിഡ് ആക്സിൽ സസ്പെൻഷനാണ് ഫ്രണ്ട് റിയർ. സോ അതുകൊണ്ട്
കോയിൽ സ്പ്രിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലീഫിനേക്കാളും ഇൻഫിനിറ്റ്ലി ബെറ്റർ ഓൺ റോഡ്. സോ ആ ഒരു ഡൈനാമിക്സും കാര്യങ്ങളെല്ലാം വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സെൻറ്റർ ലോക്കിംഗ് ഡിഫറൻഷ്യൽ സ്റ്റാൻഡേർഡ് ആയിരുന്നു. അതേപോലെ പല മോഡൽസിനും ഫ്രണ്ട് റിയർ ഡിഫ് ലോക്സ് നമുക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതും ഓപ്ഷനിലായിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം 4-wheel ഡ്രൈവ് ആണ് ഒട്ടുമിക്ക മാർക്കറ്റ്സിലും ഈ വണ്ടി വന്നിട്ടുള്ളത്. ചില മാർക്കറ്റ്സിൽ മാത്രം യു ഹാഡ് എൻ ഓപ്ഷൻ ഓഫ് സ്വിച്ചിങ് ബിറ്റ്വീൻ റിയർ വീൽ ഡ്രൈവ് ആൻഡ് 4-wheel ഡ്രൈവ്. ആൻഡ് നമുക്കിതിൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ മാർക്കറ്റ് സ്പെസിഫിക് ചേഞ്ചസ് ഭയങ്കര വേരിയഡ് ആയിരുന്നു. നമ്മൾ ഒരേ വർഷം ഒരേ സമയത്ത് 2 ഡിഫറെൻറ്റ് മാർക്കറ്റ്സിലുള്ള ടോപ്പ് എൻഡ് അല്ലെങ്കിൽ ബേസ് ലാൻഡ് ക്രൂസേഴ്സ് നോക്കിയാൽ പോലും രണ്ടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ മാർക്കറ്റും അവരുടെ റിക്വയർമെൻറ്റും അവരുടെ ടെറൈനും അനുസരിച്ച് ടൊയോട്ട പല കസ്റ്റമൈസേഷൻസും കൊടുത്തിരുന്നു. അത്ര ഒരു മൈന്യൂട്ട് ഡീറ്റെയിലോട്ട് വരെ ടൊയോട്ട അവരുടെ ഒരു ഓഫ് റോഡിങ് ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു എന്നുള്ളത് ഇസ് സംതിങ് ദാറ്റ് ഈസ് വെരി ഫാസിനേറ്റിംഗ്. സോ ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ 80 സീരീസ് നമുക്ക് ഒരു ബോഡി സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓൾ ഓഫ് ദം ആർ ദ സ്റ്റേഷൻ വാഗൺ ബോഡി സ്റ്റൈൽസ്. നമുക്ക് ഇതിന് മുമ്പേ ഉള്ള വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 40 സീരീസ് അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിലും യു ഹാഡ് മൾട്ടിപ്പിൾ സൈസസ്, മൾട്ടിപ്പിൾ വീൽ ബേസുകളുണ്ടായിരുന്നു. 70 എടുത്താലും യു ഹാഡ് ദ ഷോർട്ട് വീൽ ബേസ്, ലോങ് വീൽ ബേസ്, ദാറ്റ് ഈസ് 2 ഡോർ ആൻഡ് ദ 5 ഡോർ വേർഷൻസ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ട്രൂപ്പ് കാരിയർ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടുപോകാനായിട്ടുള്ള സൈഡിൽ ബെഞ്ച് സീറ്റുള്ള എക്സ്ട്രീംലി ലോങ് വീൽ ബേസ് വേർഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദീസ് വേ കോൾഡ് ദ 45, 42, 72, 73 എന്നൊക്കെ പറഞ്ഞ് പല മോഡൽ നമ്പേഴ്സിൽ അറിയപ്പെട്ടിരുന്നത്. ബട്ട് 80 സീരീസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു എൻറ്റയർ സ്റ്റൈലിംഗ്, ആ ഒരു എൻറ്റയർ ബോഡി ടൈപ്സ് എല്ലാം നിർത്തിയിട്ട് ദേ ഹാഡ് ജസ്റ്റ് വൺ ബേസിക് ബോഡി, ദാറ്റ് വാസ് ദ സ്റ്റേഷൻ വാഗൺ. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ യു ഹാഡ് മൾട്ടിപ്പിൾ ഓഫ് എൻജിൻ ഓപ്ഷൻസ്, യു ഹാഡ് മൾട്ടിപ്പിൾ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആൻഡ് അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ വേരിയൻറ്റ്സ്. നമുക്ക് ഒരു 2 80 സീരീസ് അടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് 90% ചാൻസ് ദാറ്റ് ഈ 2 വണ്ടികളും തമ്മിൽ ഭയങ്കര സ്പെക്ക് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയിലും ഐഡൻറ്റിക്കൽ അല്ല. സോ ഇതിൻ്റെ പല ഓപ്ഷൻസും പല വേരിയൻസും പല ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒരു ലാൻഡ് ക്രൂസർ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ എക്സ്റ്റേണൽ എപ്പീലാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. യൂസേഴ്സിന് അതിൻ്റെ അകത്തുള്ള കേപ്പബിലിറ്റിയും കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും ഇറ്റ് ഈസ് ദ ലുക്ക് ആൻഡ് ഇറ്റ് ഈസ് ദ ഇംപ്രഷൻ. ഒരു ലാൻഡ് ക്രൂസർ ഓടി വരുമ്പോൾ അതുണ്ടാക്കുന്ന ആ ഒരു പ്രസൻസാണ് ആ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് ഈ ഫ്രണ്ട് എൻഡ് നോക്കുകയാണെങ്കിൽ തന്നെ 80 സീരീസിൽ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രണ്ട് എൻഡ്സ് വന്നിട്ടുണ്ട്. സോ യു ഹാഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രിൽസ്, അങ്ങനെ ഒരുപാട് വേരിയൻസ്, മാർക്കറ്റ്, ഇയർ, ട്രിം അനുസരിച്ച് കുറേ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഇരിക്കുന്ന വണ്ടി ദിസ് ഇസ് എൻ 80 സീരീസ്. ഇതിൻ്റെ ഒറിജിൻ ഓസ്ട്രേലിയയിലായിരുന്നു ആൻഡ് ഇറ്റ്സ് എ 95 മോഡൽ. നമ്മൾ ഈ വണ്ടി പറയുകയാണെങ്കിൽ ഒരു മിഡ് സൈക്കിൾ വണ്ടിയാണ്. കാര്യം 1990 തുടങ്ങി 1998, 99 വരെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വണ്ടിയാണ്. ദിസ് ഈസ് റൈറ്റ് ഇൻ ദ മിഡിൽ. സോ ഒരു ഇടയിലുള്ള നോട്ട് ദ ഏർലി കാർ, നോട്ട് ദ വെരി ലേറ്റ് കാർ. ആൻഡ് ഈ ഒരു ട്രിം ആണെങ്കിലും ഒരു മിഡ് ലെവൽ ട്രിമ്മാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ട് എൻഡ് നോക്കുകയാണെങ്കിൽ യു ഹാഡ് ദീസ് സിംഗിൾ ഹെഡ്ലൈറ്റ്സ്, അഗൈൻ ഗ്ലാസ് ഹെഡ്ലൈറ്റ്സ് ആണ്. ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒരു സെപ്പറേറ്റ് പീസിലാണ് വന്നിരിക്കുന്നത്. ഈ ബമ്പർ ശരിക്കും ഇതല്ല, എൻ്റെ സ്റ്റാൻഡേർഡ് ബമ്പർ അല്ല, ഇത് ARB ഓഫ് റോഡ് ബമ്പേഴ്സാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് യു ഹാവ് എ പ്രൊവിഷൻ ഫോർ എ വിഞ്ച്. ഇവിടെ ഒരു ഫങ്ഷണൽ വിഞ്ചും ഉണ്ട്. ആൻഡ് അഗൈൻ ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. യു ഹാവ് 4 ലൈറ്റ്സ് ഹിയർ. ഇവിടെ 4 വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതൊന്നും ഇപ്പോൾ ഇതിൽ വെച്ചിട്ടില്ല, ബട്ട് യു ക്യാൻ ഡു ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന ഒരു സഫാരി സ്നോക്കലാണ്, ഫങ്ഷണൽ സ്നോക്കലാണ്. ആൻഡ് എസ്പെഷ്യലി ഇപ്പോൾ ഈ വണ്ടി ഈ ഒരു സിറ്റുവേഷൻ ഇതെന്ന് പറയുമ്പോൾ ഈ വണ്ടിയുടെ ഒരു ഡെയിലി റൂട്ടീനിൽ ഡെയിലി ഓടുന്നൊരു ട്രാക്കാണിത്. ആൻഡ് ആ ഒരു സമയത്ത് ഡസ്റ്റും കാര്യങ്ങളും ഇല്ലാണ്ട് നമുക്കിത് ചെയ്യാനായിട്ടും ഒരു സ്നോർക്കൽ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ആൻഡ് അവിടെ നിന്ന് വെരി സിമ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ഹിയർ. ഈ ഇൻഡിക്കേറ്റേഴ്സ് അഗൈൻ ഈ ബമ്പറിൻ്റെ ഭാഗമായിട്ട് വന്ന സ്റ്റോക്കിന് അങ്ങനെ വരുന്നില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ ആഡിങ് ടു എ നൈസ് ബിറ്റ് ഓഫ് കളർ ഓൺ ദ ഫ്രണ്ട് എൻഡ്. നമുക്ക് കുറച്ച് അടിയിലോട്ട് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദ സസ്പെൻഷൻ. ആഫ്റ്റർ മാർക്കറ്റ് സസ്പെൻഷനാണ് റൺ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ ലിഫ്റ്റ് കിറ്റ് ഓൾസോ ഇൻസ്റ്റാൾഡ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു മാസീവ് സൈസിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ക്വൈറ്റ് ടോളർ ദാൻ എ സ്റ്റോക്ക് കാർ. ഞാൻ നമ്മൾ പതുക്കെ സൈഡിലോട്ട് വരുമ്പോൾ യു വിൽ സീ ദാറ്റ് ഇവിടെ ഈ ഒരു ഫെൻഡർ ക്ലാഡിങ് വന്നിട്ടുണ്ട്. ഈ വണ്ടിക്ക് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതും അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ ദ വേരിയൻറ്റ് ട്രിം യു ഹാഡ് ബോഡി കളർ, യു ഹാഡ് കോൺട്രാസ്റ്റ് കളർ, ബ്ലാക്ക് ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാത്ത വളരെ ബേസിക് വാൻ വേർഷൻസും ഉണ്ടായിരുന്നു. സോ ദിസ് ഇസ് അഗൈൻ ബീങ് എ മിഡ് ലെവൽ ട്രിം. യു ഹാവ് ബ്ലാക്ക് ട്രിം ഓൾ അറൗണ്ട്. റണ്ണിങ് ബോർഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. 16 ഇഞ്ച് വീൽസാണ് വന്നിരിക്കുന്നത്. പല വണ്ടികൾക്കും സ്റ്റീൽ വീൽസാണ് വന്നിട്ടുള്ളത്, ബട്ട് ദിസ് ട്രിം ഹാസ് 16 ഇഞ്ച് വീൽസ്. ഒറിജിനൽ ടൊയോട്ട വീൽസാണ്. 6 ബോൾട്ട് നല്ലോണം പണിയെടുക്കാനുള്ള ഒരു സ്പെക്കിലാണ്. പവർ ആൻറ്റനി ഉണ്ട് ഇവിടെ. ആൻഡ് ദിസ് കാർ ഹാസ് ഇലക്ട്രിക് മിറേഴ്സ്. അങ്ങനത്തെ അത്യാവശ്യം കുറച്ച് റിഫൈൻഡ് ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ദർ ഇസ് നത്തിങ് മച്ച്. കാര്യം ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫങ്ഷൻ ഫസ്റ്റാണ്, റാദർ ദാൻ കുറേ കട്ട്സും ക്രീസസും കാര്യങ്ങളും കൊടുത്ത് അതിൻ്റെ ബൾക്ക് ഹൈഡ് ചെയ്യാൻ, ഇപ്പോഴത്തെ SUVs പോലെ ബൾക്ക് ഹൈഡ് ചെയ്യണം, അതേപോലെ അത് കാണാൻ ഭംഗിയുണ്ടാവണം, അങ്ങനെയൊന്നും ഇവർ ആലോചിച്ചിട്ടൊന്നുമില്ല. ഒരു വണ്ടി ഉണ്ടാക്കി ഇതിങ്ങനെയായി, കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇത് മതി. ഒരഞ്ഞാലും തട്ടിയാലും ഇത് തിരിച്ച് ഷേപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻഡ് യു ഹാഡ് ജസ്റ്റ് ദിസ് ഒരു ട്രിം ബിറ്റ് നടുക്കിൽ ടു കവറപ്പ് ആ ഒരു എക്സ്റ്റേണൽ ഒരു ബൾക്ക് കവറപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം 4-wheel ഡ്രൈവ് എന്നുള്ള വളരെ പ്രൗഡായിട്ട് അത് മെൻഷൻ ചെയ്യുന്നുമുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ യു ഹാവ് സ്ലൈഡിങ് വിൻഡോസ് ഹിയർ. ഇത് ആക്ച്വലി വളരെ നല്ലൊരു ഫീച്ചറാണ്. കാര്യം ഇത് പല മാർക്കറ്റ്സിലും ഇത് AC ഇല്ലാത്ത വേർഷൻസും ഉണ്ട്. അതേപോലെ ബാക്കിൽ കുറേ പേരെ കൊണ്ടുപോകാനുള്ളതും, നമ്മളിപ്പോൾ ഒരു ആഫ്രിക്കൻ കൺട്രീസൊക്കെ നോക്കിയ മൃഗങ്ങളെയും എല്ലാത്തിനും ഇതിനകത്താണ് കൊണ്ടുപോകുന്നത്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വെൻറ്റിലേഷന് ദീസ് തിങ്സ് ഹെൽപ്പ് ക്വൈറ്റ് എ ബിറ്റ്. ആൻഡ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, റേസ്ഡ് റൂഫോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ ബേസിക് ഫങ്ഷണൽ കാർ. ആൻഡ് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത് ടൈംലെസ് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിലെ പല വണ്ടികളും നോക്കുകയാണെങ്കിലും ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഓരോരോ പേര് വെച്ചിട്ട് ഇന്ന സ്റ്റൈലിംഗ് ട്രെൻഡ്, ഇങ്ങനെ ക്രീസ് കട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കൂടി വന്ന ഒരു 5 കൊല്ലം അതിനുള്ളിൽ നമുക്കത് മടുക്കും, പിന്നെ അത് കാണണ്ട, പിന്നെ അത് ഫേസ് ലിഫ്റ്റ് ചെയ്യണം, പുതിയ വണ്ടി ആക്കണം, ഇങ്ങനത്തെ ഓരോ സ്റ്റണ്ട് കാണിക്കണം. ബട്ട് ഇത്ര ടൈംലെസ് ആയിട്ടൊരു ഡിസൈൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അഡ്വാൻറ്റേജ്. യു ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ്. ആസ് ഇറ്റ് ഗെറ്റ്സ് ഓൾഡർ ഇറ്റ് ലുക്സ് ബെറ്റർ. ഒരു SUV അല്ലെങ്കിൽ ഒരു ക്ലാസിക് SUV എന്ന് പറയുമ്പോൾ നമ്മൾ പിള്ളേരെ ശരിക്കും കാർ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ തുടങ്ങുന്നു, ഇങ്ങനെ തീരുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഓൾ ദി SUVs വെയർ അബൌട്ട്. പക്ഷേ നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിയർ എൻഡും വളരെ പ്ലീസിംഗ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഫങ്ഷണൽ. ഇതിനകത്ത് ഒരു ഡിസൈൻ എലമെൻ്റ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. യു ഹാവ് വെരി സിമ്പിൾ ഫങ്ഷണൽ ടെയിൽ ലൈറ്റ്സ്, വലിയ ടെയിൽ ലൈറ്റ്സ് ആണ്. റിയർ ബമ്പർ അഗൈൻ ഇതല്ല വരുന്നത്. അഗൈൻ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ യു ഹാവ് എ ഫുൾ മെറ്റൽ ബമ്പർ, ഓഫ് റോഡ് സ്പെക്കിലാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ ബാക്കിൽ യു ഹാവ് ദിസ് ഓപ്ഷൻ. ഇതിനകത്തോട്ട് ഒരു അറ്റാച്ച്മെൻറ്റും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൈക്ക് മൗണ്ട് ചെയ്യാനുള്ള ഒരു റാക്കായിരുന്നു. ഇപ്പോൾ അത് ദാറ്റ് ഹസ് ബീൻ റിമൂവ്ഡ്. അഗെയിൻ നമ്മൾ ലാൻഡ് ക്രൂസറിൻ്റെ റിയർ എൻഡ് പറയുമ്പോൾ 80 സീരീസിൽ, എസ്പെഷ്യലി 1800 സീരീസിലും ഈ റിയർ എൻഡിൽ 2-3 വേർഷൻസ് ഉണ്ട്. സോ യു ഹാവ് സംതിങ് വിത്ത് ബാൻഡോസ്. ബാൻഡോസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഡോർ ഉണ്ടാവും, ഇവിടെ ഒരു വലിയ ഡോർ ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റുന്നതാണ്. അത് കുറച്ചുകൂടെ ബേസിക് വേർഷൻസിന് അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ വണ്ടിക്കെന്ന് പറയുമ്പോൾ ഇതൊരു സ്പ്ലിറ്റ് ടെയിൽ ഗേറ്റാണ്. നമുക്ക് ഈ ഭാഗം മുകളിലേക്ക് തുറക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് താത്താൻ പറ്റും. ഇവിടെ ഇരിക്കാനുള്ളൊരു പ്രൊവിഷനും കൂടെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് താങ്ങുന്ന ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് വെരി സോളിഡ് ലൈക്ക് ദ റെസ്റ്റ് ഓഫ് ദ കാർ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുറച്ച് ഓപ്ഷൻസ് ഉള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ യു ഹാവ് എ റിയർ ഡിഫോഗർ, റിയർ വൈപ്പർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ റിയർ ക്യാമറ അവർ ആഡ് ചെയ്തിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട്. ബട്ട് അതർവൈസ് ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. എ വെരി സിമ്പിൾ ബേസിക് ഓഫ് റോഡ്. സ്പെയർ വീല് ഇതിൻ്റെ അടിയിലോട്ടാണ് വന്നിരിക്കുന്നത്. ചില വണ്ടികൾക്ക് ഒരു എക്സ്റ്റേണൽ കാരിയർ വെച്ചിട്ട് അവിടെ സ്പെയർ വീലും സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട്. ബട്ട് ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബേസിക് ഫങ്ഷണൽ സ്റ്റൈലിംഗ് കൊണ്ട് 10-30 വർഷം 34 വർഷമായിട്ടും നമ്മളെ ഇപ്പോഴും അപ്പീൽ ചെയ്യിക്കുന്ന ഡിസൈൻ ആ ടൊയോട്ട ഉണ്ടാക്കിയാണ്. യു റിയലി ഹാവ് ടു ഹാൻഡ് ഇറ്റ് ടു ദം. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ എക്സ്റ്റീരിയർ വളരെ ബേസിക് യെറ്റ് ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സും. ഒരു ഫങ്ഷണാലിറ്റി തീമും കാര്യങ്ങളെല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങളും കുറേ ചെറിയ ക്വർക്സും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കിതിൻ്റെ ഇൻറ്റീരിയറും കൂടെ ഒന്ന് നോക്കാം. ഇതിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു SUV എന്നുള്ളൊരു ഫീല് കിട്ടും. ബിക്കോസ് നമ്മൾ ഈ ഒരു ഫുട് ബോർഡ് ചവിട്ടിയാണ് കയറുന്നത്. നമുക്കൊരു അസിസ്റ്റ് ഗ്രിപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ മോമെൻറ്റ് യു സിറ്റ് ഇൻ ഇറ്റ് നമുക്കൊരു ശരിക്കും ഒരു കിങ് ഓഫ് ദ റോഡ് ഫീല് തന്നെയാണ് ഈ വണ്ടിയിൽ കിട്ടുന്നത്. ആൻഡ് ദാറ്റ് ആഡ്സ് ടു ദി അപ്പീൽ ഓഫ് ഡ്രൈവിംഗ് എനി ലാൻഡ് ക്രൂസർ. ലാൻഡ് ക്രൂസർ 80യുടെ എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയർ ഉണ്ടാക്കിയിരിക്കുന്നതും ഇറ്റ് ഈസ് ഫങ്ഷൻ ഫസ്റ്റ്, ലുക്ക് സെക്കൻഡ്. ബട്ട് എന്നാലും ഇറ്റ് ലുക്സ് വെരി പ്ലീസിങ്. അത്യാവശ്യം 1990 ഉണ്ടാക്കിയൊരു വണ്ടിയാണെന്ന് ഓർക്കണം. അത്യാവശ്യം ഒരു കർവ് ഡാഷ്ബോർഡും നല്ല മെറ്റീരിയൽസും ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിലോട്ട് എല്ലാ കൺട്രോൾസും നേരെ ഇരിക്കും. ലൈക്ക് നമ്മൾ ഇരുന്ന്, ഞാൻ ഈ സീറ്റ് പോലും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, നേരെ കയറി വന്നിരുന്നു. സ്റ്റിയറിംഗ് നേരെ, ഇറ്റ്സ് റൈറ്റ് വേ യു എക്സ്പെക്റ്റ് ഇറ്റ് ടു ബി. കാര്യങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തെല്ലാം ഉണ്ട്. ഗിയർ ലിവർ ആണെങ്കിലും ഒരു നല്ലൊരു ആംഗിളിലാണ് വരുന്നത്. ആൻഡ് നമ്മുടെ കൈ ആക്ച്വലി ആംറസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇത് റെസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് ഓടിക്കാൻ അത്ര ഒരു പെർഫെക്റ്റ് പൊസിഷനിങ് ആണ്. ഇവിടുത്തെ ഡോസിൽ ആംറസ്റ്റ് ആണെങ്കിലും സോഫ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം ആണ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ഈ വണ്ടി ഓൾമോസ്റ്റ് 3 lakh kilometers ഓടിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ലുക്സ് ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് കം ഓൺ ദ റോഡ് ലാസ്റ്റ് ഇയർ. സോ അത്ര നല്ലതായിട്ട്, അത്രയും ഹാർഡ് വെയറിങ്, അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഫാൻസി മെറ്റീരിയൽസ് അല്ലെങ്കിലും ഗുഡ് ക്വാളിറ്റി materials which is going to last you, your kids, your grandkids and their kids. So നമ്മൾ പിന്നെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ AC വെൻസ് ആണെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഇറഗുലർ അറേഞ്ച്മെൻറ്റിലാണ്. ആ സൈഡിൽ ഒരെണ്ണമുണ്ട്. ഇവിടെ ദിസ് ഈസ് ബേസിക്കലി ഫോർ ദ റിയർ സീറ്റ്സ്.
നമുക്ക് ഡ്രൈവറിന് 2 ഈ സൈഡിലോട്ടും ഉണ്ട്. എല്ലാവർക്കും ഹാപ്പി ആയിട്ട് അവരവരുടെ സ്വന്തം AC വെൻ്റ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കാം. സോ ദാറ്റ്സ് ഫൈൻ. പിന്നെ അതേപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമൈസേഷൻ, ഇപ്പോൾ ഈ വണ്ടിയുടെ ഓണർ വിനയ് കുറച്ച് അത്യാവശ്യം കുറേ കസ്റ്റമൈസേഷൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്തുള്ളത് ഒരു നാഡി സ്റ്റിയറിംഗ് വീലാണ്, ജെനുവിൻ വീൽ. അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് പിടിക്കുമ്പോൾ തന്നെയുണ്ട്. ഇവിടെ കൈ വയ്ക്കാനുള്ള ചെറിയൊരു ക്രിവസും കാര്യങ്ങളെല്ലാം ഉണ്ട്. മെറ്റീരിയൽ ഇസ് വെരി നൈസ്. സൈസ് ആക്ച്വലി പെർഫെക്റ്റ് ആണ്. കാര്യം സാധാരണ 80യുടെ കുറച്ചുകൂടെ വലിയ സ്റ്റിയറിംഗ് ആണ്. അത് വരുമ്പോഴേക്കും നമ്മുടെ കാലിന് കുറച്ച് അടുത്തോട്ടായിട്ടാണ് വരിക. ദിസ് ഇസ് പെർഫെക്റ്റ്ലി പൊസിഷൻ, പെർഫെക്റ്റ്ലി സൈസ്ഡ്, നല്ല മെറ്റീരിയൽസ്. നമുക്ക് ശരിക്കും ഇതെടുത്ത് റിയലി ഓടിക്കാൻ തോന്നും. പിന്നെ നമ്മൾ ഡാഷിൽ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു മോഡേൺ വണ്ടികളുടെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്ക്രീൻ ആര് കൊടുക്കുന്നു അവനാണ് രാജാവ്. എന്നാൽ ലാൻഡ് ക്രൂയിസറാണ് എല്ലാ ടെററിലെ രാജാവ്. അതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ ഫാൻസി സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. യു ഹാവ് വെരി അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങൾ, വോൾട്ട് മീറ്റർ, അത് നമ്മൾ സാധാരണ കാണാത്ത സാധനമാണ്. ഓയിൽ ടെമ്പറേച്ചർ, വാട്ടർ ടെമ്പറേച്ചർ, ഫ്യൂൽ ഗേജ്, ഒരു ട്രിപ്പ് മീറ്റർ ആൻഡ് സ്പീഡോ ടാക്കോ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ടൈമിംഗ് ബെൽറ്റ് മാറാറാകുമ്പോൾ ചെറിയൊരു LED കത്തും. ഇതല്ലാണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. വളരെ ബേസിക്കാണ്. നമുക്ക് കാര്യങ്ങളെല്ലാം ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. ഓൾസോ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇപ്പോൾ നമുക്ക് സാധാരണ ടച്ച് സ്ക്രീനുള്ള വണ്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഹോണ്ട സിറ്റി പോലത്തെ വണ്ടി ടച്ച് പാനലിൽ AC കൺട്രോൾസ് വരുന്നൊരു കാലത്തിൽ ഇതിൻ്റെ AC കൺട്രോൾസ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാര്യം എവറിത്തിങ് ഇസ് റൈറ്റ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. നമ്മൾ ഈ ഇവിടെ കൈ റെസ്റ്റ് ചെയ്ത് ഓടിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എവറിത്തിങ് ഫോൾസ് റൈറ്റ് ഇൻ ടു പ്ലേസ്. പിന്നെ ഒരു ഓഫ് റോഡറാണ്, അതുകൊണ്ട് തന്നെ നേരെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഡിഫ് ലോക്കിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4x4 ഹൈ ലോ മാത്രമേ മാറ്റാനുള്ളൂ. ഇതൊരു ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് കാറാണ്. അതുകൊണ്ട് തന്നെ 4 ഹൈയും 4 ലോ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ലിവറും കൂടെ ഇവിടെയുണ്ട്. സോ ലാൻഡ് ക്രൂയിസർ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെയധികം ഓപ്ഷൻസ് വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സബ് എന്ന് പറഞ്ഞ ചെറിയ ബട്ടൺ ഉണ്ട്. ബേസിക്കലി സബ് ടാങ്കാണ്. നമുക്ക് 100 ലിറ്റർ എക്സ്ട്രാ കപ്പാസിറ്റി വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ സബ് ടാങ്ക് പല ഓപ്ഷൻസിലായിട്ടും കിട്ടാൻ പറ്റും. സോ ഓക്സിലറി ടാങ്കും സബ് ടാങ്കിൽ ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് യു ക്യാൻ സെലക്ട് ഹിയർ. ആൻഡ് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഫ്യൂൽ ഗേജ് കാണാം. ബേസിക്കലി ഇത് സപ്ലിമെൻ്ററി ഫ്യൂൽ ടാങ്കിൻ്റെ ഗേജാണ് ഈ കാണിക്കുന്നത്. ഒരു ഓൾട്ടിമീറ്ററും കോമ്പസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ചെറിയ ടച്ചസ് നമ്മൾ കാണുന്ന അതിൻ്റെ നമുക്ക് ബാക്ക് ലൈറ്റ് വരുമ്പോൾ അത് ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് വരെ ഉണ്ട്. സോ ദാറ്റ് ഇത് നമ്മുടെ കണ്ണിൽ ഗ്ലെയർ അടിക്കുന്നില്ല. ആൻഡ് ആ കാലത്തെ ഡേ നൈറ്റ് മിററുണ്ട്. യു ഹാവ് അസിസ്റ്റ് ഗ്രിപ്സ് ഹിയർ. ഈ ബാക്കിലാണെങ്കിൽ അസിസ്റ്റ് ഗ്രിപ്സ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. മുകളിൽ വെരി ഇമ്പോർട്ടൻ്റ് ഒരു CB റേഡിയോയും കാര്യങ്ങളും ഉണ്ട്. അഗൈൻ വെരി ഫങ്ഷണൽ കാർ. പിന്നെ മിസ് ചെയ്യാൻ പറ്റില്ല, എല്ലാ ടൊയോട്ടയും പോലെ നല്ല വലിയൊരു ക്ലോക്കും ഉണ്ട്. ആൻഡ് ക്ലോക്കും ചെറിയ ഇതൊക്കെയുണ്ട്. നമ്മൾ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ക്ലോക്ക് ഡിമ്മാവും. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ആ കാലത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി താഴത്തേക്ക് വരികയാണെങ്കിൽ വെരി സിമ്പിൾ സെൻറ്റർ കൺസോൾ. യു ഹാവ് കുറച്ച് ചേഞ്ച് ഹോൾഡേഴ്സും ഒരു പോക്കറ്റും ഉണ്ട്. ഇവിടെയും ഒരു ചെറിയ കബി ഹോളും പോക്കറ്റൊക്കെ ഉണ്ട്. ഫോൺ വെക്കാൻ പോക്കറ്റ് ഉണ്ടായിരുന്നില്ല. കാര്യം ആ സമയത്ത് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്ക് ഫോൺ കയറ്റി വെക്കേണ്ടി വരും. ബട്ട് ദെൻ അഗൈൻ നമുക്കിവിടെ അത്യാവശ്യം വലിയൊരു സ്ഥലമുണ്ട്. ഒരു വലിയ ഫുൾ സൈസ് ഫോണാണെങ്കിലും യു ക്യാൻ ഹാപ്പിലി കീപ്പ് ഇറ്റ് ഹിയർ. ബട്ട് അതർവൈസ് ഈ വണ്ടി, ദിസ് പെർട്ടിക്കുലർ കാർ ഭയങ്കര നല്ല കണ്ടീഷനില്ല. കാര്യം ഇൻറ്റീരിയേഴ്സ്, ഈവൻ ദ ഒറിജിനൽ സീറ്റ് കവേഴ്സ്, സീറ്റ് ഫാബ്രിക് പോലും ഡാമേജ് ആയിട്ടില്ല. ഇത്രയും കൊല്ലം ഓൾമോസ്റ്റ് 3 ലക്ഷം കിലോമീറ്ററും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഓടി, ഇവിടെ ഓടി, ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇതിപ്പോഴും ഇരിക്കുന്നു. ഈ സീറ്റിൻ്റെ ബോൾസ്റ്റേഴ്സ് കാര്യങ്ങൾ ഒന്നും പോയിട്ടില്ല. ഓൾ ദാറ്റ് മൈനർ തിങ്സ് നമ്മൾ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ വണ്ടിയുടെ പുറകിൽ എത്ര തോട്ട്, എത്ര എഫേർട്ട് ടൊയോട്ട ഇട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. നമ്മൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഈ ലാൻഡ് ക്രൂയിസറിന് കുറേയധികം ഓപ്ഷൻസും കുറേയധികം വേരിയൻസും വരുന്നുണ്ടെന്ന്. സോ ഇൻറ്റീരിയറിലാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം മനസ്സിലാവുന്നത്. കാര്യം ഇതിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ വേർഷൻസ് എടുക്കുവാണെങ്കിൽ യു ഹാഡ് വെരി ലക്ഷൂറിയസ് ഇൻറ്റീരിയർ. ഈ സെയിം ബേസിക് പാറ്റേൺ ഫോളോ ചെയ്തിരുന്നെങ്കിലും നമുക്ക് യു ഹാഡ് ഇലക്ട്രോണിക് ക്ലൈമറ്റ് കൺട്രോൾ ആ കാലത്ത്, ഫുൾ വുഡൻ ഡാഷ്ബോർഡ്, അതേപോലെ സെൻറ്റർ കൺസോൾ ഇവിടുന്ന് ഒരു വലിയൊരു സിംഗിൾ സെൻറ്റർ കൺസോളായിട്ട് വന്നിട്ടുള്ള വേർഷൻസ് ഉണ്ട്. ആൻഡ് അതിൻ്റെ അകത്ത് തന്നെ യു ഹാഡ് എ ഫ്രിഡ്ജ്, യു ഹാഡ് എൻ ഐസ് ബോക്സ്, അതേപോലെ ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അകത്ത് നോക്കുകയാണെങ്കിൽ ഹെഡ് ലൈറ്റ് വൈപ്പേഴ്സ്, വാഷേഴ്സ്, ഫാക്ടറി വിഞ്ച്, ടിൻറ്റഡ് വിൻഡോസ്, പ്രസിഡൻഷ്യൽ ടിൻറ്റുള്ള വിൻഡോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഓപ്ഷണലായിട്ട് ഉണ്ടായിരുന്നു. അഗൈൻ പലതും ഓരോ ട്രിമ്മിൻ്റെ ഭാഗമായിട്ടാണ്, പലതും ഇൻഡിവിജ്വൽ ഓപ്ഷൻസ് ആയിരുന്നു. അഗൈൻ ഈ വണ്ടിയിൽ അത്യാവശ്യം ഒരു മീഡിയം ലെവൽ ഓപ്ഷൻസ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒന്നുമില്ല. ബട്ട് ഓൾ ദി അതർ സ്റ്റഫ് ഇസ് സ്റ്റിൽ ദെയർ. നമ്മൾ ഓപ്ഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരാളോട് പറയണം, ലാൻഡ് ക്രൂസർ 80 സീരീസ് ഇപ്പോഴും എന്നും ഇന്നും ആൻഡ് പ്രോബബ്ലി ഫോർ എവർ ഓവർ ലാൻഡിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് കാറാണ്.
കാര്യം നമ്മൾ ഏത് രാജ്യത്ത് കൂടെ പോയാലും എന്ത് ചെയ്താലും ദിസ് ഇസ് എ വർക്ക് ഹോസ്, വളരെ ബേസിക് ആണ്. അങ്ങനെ ECU അങ്ങനെ ഫാൻസി സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ഗോ എനിവെയർ കാർ. നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് അമേരിക്കയ്ക്ക് പോകാൻ പറ്റും. യെസ്, യു ക്യാൻ ഡു ഇറ്റ്. ദർ ആർ പ്ലെൻറ്റി ഓഫ് പീപ്പിൾ ഹു ഹാവ് ഗോൺ അറൗണ്ട് ദ വേൾഡ് ഇൻ 80 സീരീസ്. ഒരു കുഴപ്പമില്ല. 5 ലക്ഷം 10 ലക്ഷം കിലോമീറ്ററുള്ള ആർക്കും ഒരു കുഴപ്പമില്ല. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. റിയറിലാണെങ്കിലും ബൂട്ട് സ്പേസ് വളരെ വലിയൊരു ബൂട്ട് സ്പേസ് ആണ്. ആൻഡ് പല ആൾക്കാരും ഇതിന് ആഫ്റ്റർ മാർക്കറ്റ് സപ്പോർട്ട് ഭയങ്കര കാര്യമായിട്ട് തന്നെ കൊടുത്തു തുടങ്ങി. സസ്പെൻഷൻസ്, വീൽസ്, ടെൻസ്, അതിനകത്തുള്ള ആക്സറീസ് എല്ലാം. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് കണ്ടിട്ട് തന്നെ ടൊയോട്ട അവരുടെ ഒരു വേർഷൻ ഇറക്കിയായിരുന്നു. ഇറ്റ് വാസ് കോൾഡ് ദി ആക്റ്റീവ് വെക്കേഷൻ. ആക്റ്റീവ് വെക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ടൊയോട്ട തന്നെ ഒരു ആക്റ്റീവ് വെക്കേഷനുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. യു വോണ്ട് ഓവർലാൻഡ് ബൈ ആൻ ആക്റ്റീവ് വെക്കേഷൻ. അതിനകത്ത് എല്ലാം ഉണ്ട്. യു ഹാഡ് ഒരു ചെറിയ മിനി ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, സ്റ്റോവ് ഉണ്ടായിരുന്നു, മറ്റേ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ, വാട്ടർ സപ്ലൈ, വാട്ടർ ടാങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അതേപോലെ സീറ്റ് മടക്കി ബെഡാക്കാൻ പറ്റുമായിരുന്നു. ട്രിംസ് കാര്യങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. സ്പെസിഫിക് ലൈക്ക് കേർട്ടൻസ് കാര്യങ്ങൾ കവറപ്പ് ചെയ്ത് നമുക്ക് കിടക്കണോ, ക്യാമ്പ് ചെയ്യണോ, ടെൻറ്റ് വേണോ, എന്ത് ഓപ്ഷൻ വേണോ, ദി ആക്റ്റീവ് വെക്കേഷൻ ഹാഡ് ഓൾ ഓഫ് ഇറ്റ്. ഇക്കാലത്ത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഫൈൻഡ് റിയലി ഗുഡ് കണ്ടീഷൻ ആക്റ്റീവ് വെക്കേഷൻ ജെന്യുവൻ ഓപ്ഷൻസ് എല്ലാം വെച്ചിട്ട് ആൻഡ് ദേ ആർ ഓൾ ഗോയിങ് ഫോർ $6 അമൗണ്ട്സ് നൗ. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ ഇത്രയും കാലം മുമ്പേ ടൊയോട്ടയ്ക്ക് ഇങ്ങനത്തെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരങ്ങനെയൊന്നും കൊടുക്കുന്നില്ല, ബട്ട് അന്ന് അവർ ചെയ്തിരുന്നു. ഐ തിങ്ക് ദേ വർ ഹാവിങ് വേ മോർ ഫൺ ദെയർ ദാൻ ദേ ഹാവിങ് നൗ. നമ്മളിപ്പോൾ ലാൻഡ് ക്രൂസറിൻ്റെ എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, വേരിയൻസ് പല കാര്യങ്ങളും പറഞ്ഞു. ബട്ട് ഹൗ ഇസ് ഇറ്റ് ടു ഡ്രൈവ്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ആ ഒരു സൗണ്ടിൽ തന്നെ ഒരു ഐശ്വര്യമുണ്ട്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ദിസ് കാർ ലൈക്ക് ഓൾ ഡീസൽ ലാൻഡ് ക്രൂസേഴ്സ് ഇൻലൈൻ 6 ആണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് എ 4.2 ലിറ്റർ എഞ്ചിൻ. നമുക്ക് ലാൻഡ് ക്രൂസർ പെട്രോളിലും ഡീസലിലും 80 സീരീസ് അവൈലബിൾ ആയിരുന്നു. പെട്രോളിനെ പറ്റി നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ അധികം പെട്രോൾ എഞ്ചിൻ ലാൻഡ് ക്രൂസേഴ്സ് വന്നിട്ടില്ല. നമ്മുടെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള അതർ ഡീസൽ 6 സിലിണ്ടർ ലാൻഡ് ക്രൂസേഴ്സ് ആൻഡ് അതിന് 3 എഞ്ചിൻസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വണ്ടിയിലുള്ളത് ഇസ് ദ 1HZ എഞ്ചിൻ, അബൌട്ട് 125 ഹോഴ്സ് പവർ ഫ്രം എ 4200 cc ഇൻലൈൻ 6. അപ്പോൾ തന്നെ നമുക്കറിയാം എത്ര അൺസ്ട്രെസ്ഡ് ആണ് ഈ വണ്ടി, എത്ര ഇറ്റ്സ് ബിൽറ്റ് ടു ഗോ കിലോമീറ്റേഴ്സ്. ഇറ്റ് ഈസ് ബിൽറ്റ് ടു ഗോ മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ്, നോട്ട് ലാക്സ്, നോട്ട് തൗസൻഡ്സ്. ആൻഡ് ആ ഒരു എന്താ പറയുക, നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പെർഫോമൻസ് എന്നും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്നും ഇതിന് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. സോ ഈ 1HZ എഞ്ചിനാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ഡീസൽ എഞ്ചിൻ, നോൺ ടർബോ ആണ്. സോ ഈ വണ്ടിയിൽ ഇറ്റ് ഹാസ് ബീൻ ടർബോ ചാർജ്ഡ്. സോ ആ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. സ്റ്റോക്കായിട്ട് വരുന്ന അബൌട്ട് 125 ഹോഴ്സ് പവറിനടുത്താണ് വരുന്നത്. വെരി റിലാക്സ്ഡ് എഞ്ചിൻ, ഒട്ടും സ്ട്രെസ് ഇല്ല. എത്ര നമുക്കിത് ടോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ പോലെ മാർക്കറ്റ്സിൽ ഈ വണ്ടിയുടെ ഒറിജിനൽ മാർക്കറ്റ് അത് ഒരു വളരെ പോപ്പുലർ ടോ വെഹിക്കിളാണ്. നമുക്ക് വലിയ ക്യാമ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു വെയിറ്റും സാധനങ്ങളെല്ലാം ബാക്കിൽ വരും. അതെല്ലാം വെച്ച് വളരെ കൂളായിട്ട് ടോ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു വണ്ടിയാണിത്. ഇപ്പം നമ്മൾ ഈ ടെറൈൻ, ഇതൊരു ക്വാറിക്കകത്താണ്. സോ ക്വാറി അത്യാവശ്യം നല്ലൊരു എക്സ്ട്രീം ടെറൈനാണ്. ഇതിൽ കൂടെ വളരെ കൂളായിട്ട് ഓൾമോസ്റ്റ് ഐഡിലാണ് ഈ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നത്. ഐ എം നോട്ട് ഈവൻ പുട്ടിങ് എനി എഫേർട്ട്. നമ്മൾ ക്ലച്ച് സ്ലിപ്പ് ചെയ്യുക അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. അതേപോലെ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു റിയൽ എന്തൂസിയാസ് കാറാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിത് കയറ്റിക്കൊണ്ട് പോകാനായിട്ട് ഇതുവരെ കമ്പ്യൂട്ടറൊന്നുമില്ല. ഏത് ഹിൽ അസെൻറ്റ് കൺട്രോൾ, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, ഈ പറഞ്ഞ ഒരു സാധനമല്ല. വണ്ടിയുടെ റോ കേപ്പബിലിറ്റി, യു ഹാവ് ദാറ്റ് ഫാൻറ്റാസ്റ്റിക് ലൈവ് ആക്സൽ സസ്പെൻഷൻ, യു ഹാവ് ദാറ്റ് വെരി സോളിഡ് ലാഡർ ഫ്രെയിം ഷാസി, ഒരു വളരെ അൺസ്ട്രെസ്ഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള 4.2 ലിറ്റർ മാസീവ് എഞ്ചിൻ ആൻഡ് ഒരു നല്ലൊരു ഡയറക്റ്റ് ഫീലിംഗ് സ്റ്റിയറിംഗ്, ക്രിസ്പ് ഗിയർ ബോക്സ്, അത്യാവശ്യം നല്ല മോഡുലേഷനുള്ളൊരു ക്ലച്ചും നല്ല ത്രോട്ടിൽ റെസ്പോൺസും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് നമുക്ക് ഒരു ഓഫ് റോഡർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാനുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ദിസ് ഇസ് റിയലി ഇറ്റ്. നമുക്ക് ഒരിക്കലും നമുക്ക് ഇപ്പോൾ ഒരു മോഡേൺ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കതൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ അതിലും വലിയ ഫീച്ചർ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണുന്ന സാധനങ്ങളെല്ലാം മടുക്കും. നമ്മളൊരു 10 കൊല്ലം മുമ്പ് ഇറങ്ങിയ ടച്ച് സ്ക്രീൻ ഇപ്പോൾ അത് യൂസ്ലെസ്സാണ്. നമുക്കൊരു കാര്യമില്ല. അതിൻ്റെ റിയർ ക്യാമറയുടെ വിസിബിലിറ്റി ഒരു കാര്യമില്ല. നമ്മൾ പറയും നമുക്കിപ്പോൾ 360 വേണം. പണ്ട് റിയർ സെൻസർ മതിയായിരുന്നു, പിന്നെ റിയർ ക്യാമറ വേണം, പിന്നെ 360 ഡിഗ്രി വേണം. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇനി മോളിൽ നിന്നുള്ള വ്യൂ വരും. ദൈവത്തിനറിയാം എന്തായിരിക്കുമെന്ന്. ഇത് എന്താ, ഓടിക്കാൻ അറിയണം. ഓടിക്കാൻ അറിയുമെങ്കിൽ നല്ല അന്തസ്സായിട്ട് ജീവിതകാലം മുഴുവൻ ഓടിക്കാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു ടെറൈനിൽ പോകുമ്പോഴും സസ്പെൻഷൻ നമുക്ക് പുറത്ത് നടക്കുമ്പോൾ ഇതിനേക്കാളും ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പോകുമ്പോൾ നമുക്ക് യു റിയലി ഡോണ്ട് ഫീൽ എ തിങ്. ഈ ഒരു ടെറൈൻ, ഈ പാറ കല്ലുകളുടെ ഇടയിൽ സെക്കൻഡ് ഗിയർ ഐഡിൽ, ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ്.
ആൻഡ് ഇത് തന്നെയാണ് ടൊയോട്ട ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഈ വണ്ടി ഉണ്ടാക്കുമ്പോഴും. നമ്മൾ പറഞ്ഞു വേരിയൻസ് കുറേ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഡീസൽ എൻജിൻസ് പറയുകയാണെങ്കിൽ 3 വേർഷൻസ് ആണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. സോ യു ഹാഡ് ദിസ് വിച്ച് വാസ് ദ 1HZ എൻജിൻ. ഇതിനെ ശരിക്കും ദി അൺബ്രേക്കബിൾ എൻജിൻ എന്നാണ് പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് വെൽ അൺബ്രേക്കബിൾ. ഇത്രയും വലിയ എൻജിനിൽ നിന്ന് ഇത്രയും കുറച്ച് പവർ ഉണ്ടായി കഴിയുമ്പോഴേക്കും, ബട്ട് ടോർക്ക്, ബക്കറ്റ് ലോഡ്സ് ഓഫ് ടോർക്ക് അവൈലബിൾ ഫ്രം ഓൾമോസ്റ്റ് ഐഡിൽ. അപ്പോൾ ഇതിനെ എൻജിനെ നമുക്ക് ഒരു രീതിയിൽ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ചുകൂടെ എമിഷൻസും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരു എഞ്ചിൻ വന്നു 1HDT എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് വാസ് സിഗ്നിഫിക്കൻ്റ്ലി മോർ പവർഫുൾ ദെൻ ദിസ്. 12 വാൽവ് തന്നെയായിരുന്നു. പക്ഷേ അതിന് കുറച്ച് ഹീറ്റിങ്ങും അങ്ങനെ കുറച്ച് ഇഷ്യൂസും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ ദ 1HDFT എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിൻ. അത് 24 വാൽവ്. ദാറ്റ് വാസ് റോക്കറ്റ് ഷിപ്പ് ഓഫ് എൻ എഞ്ചിൻ. ഈ ലാൻഡ് ക്രൂസർ സീരീസിൽ 80ൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും ഡിസൈറബിൾ എഞ്ചിനും കൂടിയാണത്. അതിൻ്റെ തന്നെ ഇലക്ട്രോണിക് പമ്പും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള അടുത്ത വേർഷനാണ് 1HDFTE, വിച്ച് ഇസ് ദ ലെജൻഡറി എഞ്ചിൻ ഇൻ ദ 100 സീരീസ് ലാൻഡ് ക്രൂസേഴ്സ്. നമ്മൾ എൻജിൻ മാത്രമല്ല ഇതിൻ്റെ സോളിഡ് ആക്സിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു. സോ സോളിഡ് ആക്സിൽ വെച്ചിട്ട് ശരിക്കും വന്നിട്ടുള്ള ഒരു ലാസ്റ്റ് ലക്ഷൂറിയസ് SUV ലാൻഡ് ക്രൂസറിൽ വന്നത് ഈ വണ്ടിയാണ്. സോ ഇത് കഴിഞ്ഞിട്ടുള്ള വണ്ടി ഇസ് ദ 100 സീരീസ്. 100 സീരീസ് വന്നപ്പോഴേക്കും കുറച്ചും കൂടെ ലക്ഷറിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, അതേപോലെ റോഡ് പെർഫോമൻസ്, ഈ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു മാർക്കറ്റ് റിക്വയർമെൻറ്റ് കാരണം 100 സീരീസിന് ഇൻഡിപെൻഡൻറ്റ് ഫ്രണ്ട് സസ്പെൻഷൻ കൊടുത്തു. അന്ന് ഓഫ് റോഡേഴ്സ്, കരയാത്ത ഓഫ് റോഡേഴ്സ് പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ല എന്ന് പറയാം. സോ ബിക്കോസ് വൈൽ ഇറ്റ് വാസ് കേപ്പബിൾ, ഓഫ് റോഡ് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ധൈര്യമായിട്ട് ഒരു IFS ഉള്ള വണ്ടി, ഇറ്റ് ഈസ് ലെസ് ഓപ്റ്റിമൽ, അത്രയേ ഉള്ളൂ. 100 സീരീസ് കേപ്പബിൾ അല്ല എന്നല്ല, പക്ഷേ ഇതിൻ്റെ കേപ്പബിലിറ്റി വെച്ച് നോക്കുമ്പോൾ 100 സീരീസിന് ഹാർഡ് കോർ ഓഫ് റോഡിൽ കുറച്ച് കുറവായിരുന്നു. ദെൻ അഗൈൻ ദിസ് ഫോർമുല വാസ് സോ ഗുഡ് ദാറ്റ് 100 സീരീസിൻ്റെ വേറൊരു വേർഷനും കൂടെ ഇറക്കി, കോൾ ദ 105. 105 എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു 80 സീരീസ് എടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു 100 സീരീസ് ബോഡി ഇട്ടു എന്ന് റഫായിട്ട് പറയാം. ബട്ട് അതിനകത്ത് വന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ ബേസിക് വണ്ടിയായിട്ടാണ് ഇറക്കിയത്. സോ ദാറ്റ് ഡിഡ് നോട്ട് കം വിത്ത് എനി ഓഫ് ദ ലക്ഷറീസ് ദാറ്റ് ലക്ഷൂറിയസ്. ഇപ്പോൾ ഒരു VX ലിമിറ്റഡ് 80 സീരീസിലുണ്ടായിരുന്ന ലക്ഷറീസ് ഒന്നും ഒരു 105 സീരീസിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ആസ് ഫാർ ആസ് മോസ്റ്റ് പീപ്പിൾ വെ കൺസേൺഡ്, ഏറ്റവും കൂടുതൽ ലക്ഷറിയും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡബിലിറ്റിയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന അൾട്ടിമേറ്റ് വണ്ടി വാസ് ദി 80 സീരീസ്. നമ്മുടെ ബാക്കി സെഗ്മെൻറ്റ് എല്ലാം കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഷുഡ് യു ബൈ വൺ? വെൽ, അത് ഷുഡ് യു ബൈ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എല്ലാവർക്കും വേണ്ട ഒരു വണ്ടിയാണ്, എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു വണ്ടിയാണ്. പക്ഷേ എന്നാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 80 സീരീസ് ഒരിക്കലും ഇന്ത്യയിൽ ഓഫർ ചെയ്തിട്ടില്ല. സോ എവറി സിംഗിൾ 80 സീരീസ് ദാറ്റ് യു സി, ഇന്ത്യ കാണുന്ന എവറി സിംഗിൾ വണ്ടി ആരോ എവിടെയോ ഇതിനെപ്പറ്റി ആലോചിച്ചുണ്ടാക്കി ബുദ്ധിമുട്ടി ഇമ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ വേറെ മാർക്കറ്റിൽ സ്പെക്ക് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നൊരു വണ്ടിയാണ്. സോ അന്ന് അവർക്ക് ആ ഒരു തോട്ട് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഈ വണ്ടി ഇന്നിവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു. വളരെ ലിമിറ്റഡ് സെലക്ഷൻ മാത്രമേ മാർക്കറ്റിലുള്ളൂ. ആൻഡ് മാർക്കറ്റിലുള്ള വണ്ടികളെല്ലാം നമുക്ക് യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഓൺ വാട്ട് യു ആർ ബൈയിങ്. കാര്യം ഇതൊരു സീരിയസ് ഫുൾ സൈസ് ഓഫ് റോഡർ തന്നെയാണ്. നമ്മൾ ഒരു ചെറിയ വണ്ടി ബഡ്ജറ്റിൽ ഓടിച്ചു നടക്കുന്ന ഒരു വണ്ടിയല്ല, മേടിക്കാനും ചെറിയ വണ്ടിയുടെ ബഡ്ജറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഹാവ് ടു ടേക്ക് യുവർ ടൈം, ഫൈൻഡ് എ നൈസ് കാർ ആൻഡ് ദെൻ ഓൺലി ബൈ ഇറ്റ്. നമ്മൾ ഒരു 5 കൊല്ലം മുമ്പ് വരെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദീസ് തിങ്സ് ആർ ഗെറ്റിംഗ് വെരി റെയർ ആൻഡ് എക്സ്ട്രീംലി വാല്യുബിൾ. അപ്പോൾ ഈ ലാൻഡ് ക്രൂസർ 80 സീരീസ് ഇപ്പോൾ നമ്മൾ പറയുന്നു ഇന്ത്യയിൽ കൂടി വന്ന ഒരു 100-200 എണ്ണം ഉണ്ടാവും. യെസ്, ദാറ്റ്സ് ട്രൂ. പക്ഷെ എന്നാൽ അതുകൊണ്ടല്ല ഡിമാൻഡ് കൂടിയിരിക്കുന്നത്. കാര്യം നമ്മളൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് നോക്കുകയാണ്. ടേക്ക് ദ US മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ. വളരെയധികം 80 സീരീസ് ഇൻ ദ ലാൻഡ് ക്രൂസർ ആസ് വെൽ ആസ് ദ ലെക്സസ് ട്രിമ്മിൽ അവൈലബിൾ ആയിരുന്നു. ബട്ട് എന്നാലും അവിടെയും പ്രൈസസ് ഹാവ് ഗോൺ അപ്പ് വെരി സിഗ്നിഫിക്കൻ്റ്ലി കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട്. എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ആൾക്കാർക്ക് ലോകം കാണണം, നമുക്കിനി ജീവിക്കണം, യോളോ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു ഇത് വന്നു കഴിയുമ്പോഴേക്കും എല്ലാവരും 80 സീരീസിലോട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത്. കാര്യം അവർക്കറിയാം, കാര്യം ലോകം കണ്ട് തിരിച്ചു വന്നാലും ഒന്ന് വാട്ടർ സർവീസ് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി തിരിച്ച് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ പോലെ ഉണ്ടാവും. ആ ഒരു കാരണം കൊണ്ട് തന്നെ വളരെ ചീപ്പായിട്ടുണ്ടായിരുന്ന ലാൻഡ് ക്രൂസേഴ്സ് പുറത്ത് നൗ ദേ ആർ 6 ഫിഗർ കാർസ് അവിടെ. സോ ആ ഒരു ഇതും കൂടെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് യു ഹവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് നമുക്ക് ഒരു 80 സീരീസ് നല്ലൊരു 80 മേടിക്കണമെന്നുണ്ടെങ്കിൽ അധികം സമയം ബാക്കിയില്ല. ബൈ ദ നൈസസ്റ്റ് വൺ യു ക്യാൻ ഫൈൻഡ്. അധികം മോഡിഫൈ ചെയ്ത് നശിപ്പിക്കാത്തൊരു വണ്ടി മേടിക്കുക. എസ്പെഷ്യലി ഇലക്ട്രിക്കൽസിൽ വലിച്ച് പറിച്ച് കുളമാക്കിയിട്ടുള്ള വണ്ടി അത് മെനക്കേടാണ്. അതേപോലെ
ലാൻഡ് ക്രൂയിസർ എപ്പോഴും പറയും ടൊയോട്ട അല്ലേ ഓടും, ടൊയോട്ട അല്ലേ ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും തല്ലി കൊല്ലുന്നതിനൊരു അതിരുണ്ട്. ദർ ഇസ് ലിമിറ്റ് ഓഫ് അബ്യൂസ് ദറ്റ് യു ക്യാൻ ടേക്ക്. കാര്യം പലവരും, ഞാൻ ഒരുപാട് 80 സീരീസ് കണ്ടിട്ടുണ്ട് വേർ ദി ഇലക്ട്രിക്കൽസ് ആർ കംപ്ലീറ്റ്ലി മെസ്ഡ് അപ്പ്. അപ്പം നമുക്ക് അത് മൊത്തം നന്നാക്കാനുള്ള പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നൈസ്. അതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ പ്രീമിയം കൊടുത്ത് ഇതേപോലെ നല്ലൊരു സോർട്ടഡ് ആയിട്ടുള്ളൊരു വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it is really an asset. It is really one of the cars that you can pass on to generation and ആർക്ക് കിട്ടിയാലും വളരെ ഹാപ്പി ആയിരിക്കും ഇതുപോലത്തെ ഒരു വണ്ടി കയ്യിലുണ്ടാവാൻ. സോ എന്തായാലും ആ ഒരു നോട്ടിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ വാട്ട് യു തോട്ട് അബൌട്ട് ദ വീഡിയോ. അതേപോലെ ഈ ലാൻഡ് ക്രൂസർ 80 സീരീസിനെ പറ്റിയും ഈ പെർട്ടിക്കുലർ വണ്ടിയെ പറ്റിയും നിങ്ങളുടെ കമൻസും കാര്യങ്ങളെല്ലാം എഴുതി അറിയിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.